ഹലോ നമസ്കാരം. അപ്പോൾ ഇന്ന് രാവിലത്തെ തൊട്ടുള്ള എല്ലാ വാർത്തകളും ബോച്ചയെ കുറിച്ചിട്ടാണ്. ആദ്യം തന്നെ നമുക്ക് ബോച്ചേനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ആ ഒരു വീഡിയോ കാണാം. കാരണം ബോച്ച ഇതിനു മുമ്പ് ചെയ്തിരിക്കുന്ന പല വീഡിയോസിനും താഴെ വന്നു വെച്ച് ഇവനെതിരെ നിയമ നടപടി എടുക്കാനായിട്ട് ഇവിടെ പോലീസിന് കഴിയുന്നില്ലേ, ഇവനെ അറസ്റ്റ് ചെയ്യാൻ ആളില്ലേ, ഇവനെതിരെ കേസ് കൊടുക്കാൻ ആളില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ എതിർത്തുകൊണ്ട് അതിന്റെ താഴെ കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് സന്തോഷം തരുന്ന രീതിയിൽ ബോച്ചനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന വീഡിയോ നമുക്ക് ആദ്യമേ കാണാം. ഹാഷ്മി BNS 75 പ്രകാരമാണ് ബോബിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. അത് ജാമ്യമില്ലാ വകുപ്പാണ്. സ്റ്റേഷൻ ജാമ്യം കിട്ടാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഉറപ്പായും അറസ്റ്റ് ചെയ്ത് കോടതിക്ക് മുമ്പാകെ ഹാജരാക്കേണ്ടതുണ്ട്. ഇന്ന് ഇവിടെ എത്തി വൈകിട്ടോടു കൂടിയായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുക. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കണമെന്ന് നിർബന്ധവുമില്ല. അറസ്റ്റ് രേഖപ്പെടുത്തി 24 മണി. ഇനി പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ പറയുന്നത് എൻ്റെ മാത്രമായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ മറ്റ് അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റിൽ അത് പറയാം. അതേപോലെ തന്നെ ഇഷ്ടമുള്ള ആളുകൾ ഈ വീഡിയോ കാണുക, താല്പര്യമുള്ളവർ മാത്രം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം. അല്ലാതെ ഇതിന്റെ താഴെ വന്ന് വെച്ച് ഇതിന്റെ അഭിപ്രായം പറയാം, നീ ആരാടാ, അല്ലെങ്കിൽ നിനക്ക് എന്നാടാ, നീ മറ്റേതല്ലേ മറിച്ചതല്ലേ മാടയല്ലേ, ആ വർത്തമാനമൊന്നും ഇതിന്റെ താഴെ ആരും പറയണ്ട. എൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നതാണ് എൻ്റെ പേജ് എന്ന് പറയുന്നത്. എൻ്റെ അഭിപ്രായങ്ങൾ പറയാനായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ ഇതിനു മുമ്പും ബോച്ചയുടെ പല വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ബോച്ച നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ എതിർത്തിട്ടുള്ള ബോബി ചെമ്മണ്ണൂരിൻ്റെ ഡബിൾ മീനിങ് യൂസ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും പുള്ളി പറയാറുണ്ട്. അത് പല വീഡിയോസിലും ഞാൻ അതിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാനും പല സമയങ്ങളിലും നമ്മൾ പറയാറുണ്ട്. പക്ഷേ നമ്മൾ ആ സംസാരിക്കുന്ന ആ ഒരു കൂട്ടം ആളുകൾ എങ്ങനെയുള്ളവരാണ്? നമ്മൾ അങ്ങനെയുള്ള ഡബിൾ മീനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ ആ രീതിയിൽ എടുക്കുന്ന ആളുകളാണോ? അങ്ങനെ നമ്മളുടെ ചുറ്റുപാട് നോക്കിയിട്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അല്ലാതെ ഏതൊരാളെയും പ്രായം നോക്കാതെ അല്ലെങ്കിൽ ആ സാഹചര്യങ്ങൾ നോക്കാതെ എല്ലാവരോടും ഈ പറയുന്ന രീതിയിലുള്ള ഡബിൾ മീനിങ് പറഞ്ഞിട്ട് അത് സോഷ്യൽ മീഡിയയിലൂടെ ഇട്ട് അതിനോട് ഞാൻ ഒരിക്കലും യോജിച്ചിട്ടില്ല. ഞാൻ ഇതിനു മുമ്പും ബോച്ചയുടെ പല വീഡിയോസ് ചെയ്തപ്പോഴും എതിർത്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ബോച്ചയ്ക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്. ഈ പറയുന്ന ഡബിൾ മീനിങ്ങിനെ മാത്രം മാസ് BGM ഒക്കെ ഇട്ടിട്ട് കുറെ ആളുകൾ ബോച്ചെ ഫാൻസ് എന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ ഒരാൾ, ഞാൻ എപ്പോഴും പറയാം, രാഷ്ട്രീയമായിക്കോട്ടെ, സിനിമ ആയിക്കോട്ടെ, ഏതൊരു കാര്യമായിക്കോട്ടെ, നമ്മൾ എത്രത്തോളം ഇഷ്ടമുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും ചെയ്യുന്ന കാര്യത്തിൽ തെറ്റായിട്ടൊരു കാര്യം നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയാനുള്ള ആ ഒരു ഇത് കാണിക്കണം നമ്മൾ. അത് എത്ര വലിയ ഫാൻസ് ആയിക്കോട്ടെ. പിന്നെ പറയാനുള്ളത് നമ്മുടെ സോഷ്യൽ മീഡിയ. കുറച്ച് നാളുകൾക്ക് മുമ്പ് ബോച്ചെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും അറിയത്തില്ല. ബോച്ചെ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ഇട്ട് കൊടുത്തൊരു പേരാണ്. ബോബി ചെമ്മണ്ണൂർ, ബോബി മറഡോണ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി പല രീതിയിലും ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരിക്കലും ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന മനുഷ്യന്റെ ബിസിനസ് മൈൻഡ്, അതായത് പുള്ളിക്ക് എങ്ങനെ കച്ചവടം ചെയ്യണമെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം പുള്ളി പൈസ ഇറക്കി പൈസ ഉണ്ടാക്കാനായിട്ട് പഠിച്ച ആളാണ്. പക്ഷെ പുള്ളിക്ക് പറ്റിപ്പോയൊരു അബദ്ധം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ കാശും കഴപ്പും ഒരുമിച്ച് വന്നു. അതാണ് ബോച്ചയിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത്. അതിനെ കൈയടിക്കാനായിട്ട് കുറെ ആളുകൾ കൂടെ ഉണ്ടെന്ന് കണ്ടപ്പോൾ പുള്ളി അതിനെ ശരിക്കും മുതലെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും അവസാനം ഇപ്പോൾ പണി കിട്ടിയിരിക്കുകയാണ്. ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ മോശമായുള്ള കമന്റുകൾ ഇടുക എന്ന് പറയുന്നത് ശരിക്കും ഒരുപാട് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അത് നിയമപരമായിട്ട് തെറ്റാണ്, നമുക്ക് ശിക്ഷ കിട്ടാൻ സാധ്യതയുണ്ട്. പല ആളുകളും ഇതിന്റെ പുറകെ തൂങ്ങാനായിട്ട് നിൽക്കാത്തത് കൊണ്ടാണ് പല ആളുകളും രക്ഷപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹണി റോസ് മുന്നിട്ടിറങ്ങി ഇത് കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ കേരള പോലീസ് ഇപ്പോൾ അതിൽ ഒരു കാര്യവും പറയാനില്ല. കേരള പോലീസ് ചെയ്തതിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, കാശുള്ളവൻ ചെയ്തു കഴിഞ്ഞാൽ അവനെ തൊടത്തില്ല, പിടിക്കത്തില്ല എന്ന്. പക്ഷേ ബോച്ചേനെ പൊക്കി എടുത്തുകൊണ്ട് പോയത് കണ്ടപ്പോഴത്തേന് ഞാനൊന്ന് ചിന്തിച്ചു, ഇതെന്താണ്, എന്ത് പറ്റി, കേരള പോലീസിന് എന്ത് പറ്റിയെന്ന് ഞാൻ ചിന്തിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ശരിക്കും എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു കാര്യമാണ് ഹണി റോസ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി. ഹണി റോസ് എല്ലാവർക്കും പറയാം, ഉദ്ഘാടനം സ്റ്റാർ, ഇനോഗ്രേഷൻ സ്റ്റാർ എന്ന പേരിൽ നമ്മുടെ കേരളത്തിൽ അറിയപ്പെടാൻ പറ്റുന്ന തരത്തിൽ വളർന്നു നിൽക്കുന്ന ഒരാളാണ് ഹണി റോസ് എന്ന് പറയുന്നത്. ഹണി റോസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് ഹണി റോസിന് അറിയാം, ഹണി റോസിന്റെ ഫേസോ അല്ലെങ്കിൽ ഹണി റോസിന്റെ ആക്ടിങ് സ്കില്ലും കൊണ്ടൊന്നും അല്ല ഒരാളും ഈ പറയുന്ന ഈ ഉദ്ഘാടനങ്ങൾക്ക് വിളിക്കുന്നതെന്ന്. ഹണി റോസിന്റെ ശരീരം, അതിന്റെ വീഡിയോ, അത് കൊണ്ടുണ്ടാകുന്ന ആൾക്കൂട്ടം, ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ഹണി റോസിനെ ഒരു ഉദ്ഘാടനത്തിന് വിളിക്കുന്നതെന്ന് വ്യക്തമായിട്ട്, അത്രയും തലയ്ക്കത്ത് ആൾ താമസം ഇല്ലാത്ത ആളൊന്നുമല്ലല്ലോ ഹണി റോസ്, വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ആദ്യം തന്നെ ഹണി റോസിനെ പറ്റി ഒരു നെഗറ്റീവായിട്ടൊരു വീഡിയോ വന്നതിന് ശേഷമെങ്കിലും ഈ പറയുന്ന എൻ്റെ കഴിവിനെ അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് എന്നെ കാണാൻ വരുന്നത് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ശരീരത്തിൻ്റെ വടിവുകളെല്ലാം കാണാവുന്ന രീതിയിലുള്ള വസ്ത്രധാരണം നടത്തിക്കൊണ്ട് ഹണി റോസ് ഈ പറയുന്ന ഉദ്ഘാടനങ്ങൾക്ക് ചെന്നുകൊണ്ടിരുന്നത്?
ഈ വീഡിയോ കാണുന്ന എത്ര ആളുകൾ പറയുന്നുണ്ട് ഹണി റോസ് ഏറ്റവും നന്നായിട്ട് അല്ലെങ്കിൽ ചേരുന്ന രീതിയിൽ, നമ്മളിപ്പോൾ ഒരു വസ്ത്രം ധരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ചേരുന്നതാണോ എന്നും കൂടെ ചിന്തിക്കണമല്ലോ. ഈ ചേരുന്ന രീതിയിൽ ഹണി റോസ് വസ്ത്രം ധരിക്കുന്നതായിട്ട് നിങ്ങളിൽ എത്ര പേർക്ക് തോന്നിയിട്ടുണ്ട്? ഞാൻ പുരുഷന്മാരുടെ മാത്രം കാര്യം പറയുന്നില്ല, പുരുഷന്മാർക്കോ സ്ത്രീകൾക്കോ, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ ഹണി റോസ് വ്യക്തമായിട്ട് എന്താ പറയുന്നത്, നല്ല രീതിയിൽ മാന്യമായ രീതിയിലാണ് വസ്ത്രം ധരിച്ചിരുന്നുണ്ട് അഭിപ്രായമുണ്ടോ? ഞാൻ ഒരിക്കലും പറയുന്നില്ല. അതിപ്പോൾ സാരി ഉടുത്താൽ പോലും ശരിക്കും എന്താ പറയുന്നത്, ശരീരം കാണിച്ച് തന്നെയാണ് ഈ പറയുന്ന ഉദ്ഘാടനങ്ങളെല്ലാം പോയിരുന്നതെന്നും ഈ പറയുന്ന ഓൺലൈൻ മീഡിയാസ് എല്ലാം തന്നെ ഇതിൽ ഇന്നലെ ഹണി റോസ് ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു, ഈ വരുന്ന ക്യാമറയുടെ ആംഗിൾ ഒന്നും എനിക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന്. പക്ഷേ മാന്യമായി വസ്ത്രം ധരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമായിരുന്നല്ലോ. ഇപ്പോൾ ഹണി റോസിനെ പിൻപറ്റിക്കൊണ്ട് വേറെ ചില ആളുകളും ഇതേ പരിപാടിയുമൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ പറയുന്ന ബോച്ച തന്നെ ഒരു വട്ടമൊന്നും അല്ല ഹണി റോസിനോട് ദ്വയാർത്ഥത്തിൽ സംസാരിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പ് ഈ പറയുന്ന ബോച്ചയുടെ തന്നെ പല ഉദ്ഘാടനങ്ങളും ഹണി റോസ് ചെന്നപ്പോഴും അവിടെ എല്ലാം വെച്ചുകൊണ്ട് ബോച്ച ഇതേ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അന്ന് നമ്മൾ ഒരു തെറ്റാണ് പറയുന്നതെന്ന് സ്വയം തോന്നിയിട്ടുണ്ടെങ്കിൽ അന്ന് അവിടെ നിർത്തണമായിരുന്നു. അന്ന് ബോച്ചയോട് സംസാരിക്കാം, ഇങ്ങനെ ഇനി പറയരുത് എന്ന് അവിടെ പറഞ്ഞു നിർത്തേണ്ട കാര്യം ഇത്രയധികം ഉദ്ഘാടനങ്ങൾ വന്നതിന് ശേഷം, ഇപ്പോൾ കുറേ ആളുകൾക്ക് ശേഷം എന്ത് ബോധോദയം തോന്നിയിട്ടാണ് ഇപ്പം ഇതിനെ എതിർത്ത് സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തതെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതുപോലെ ഉണ്ടാവത്തില്ലായിരുന്നു. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ചൂടുവെള്ളത്തിൽ ഒരു വട്ടം വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്ന്. അതേപോലെ ഇല്ല, ചൂടുവെള്ളം വീണുകൊണ്ടേ ഇരിക്കട്ടെ, നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേന് തണുത്ത വെള്ളം നോക്കി പേടിക്കാം എന്ന് പറയുന്ന ആ ഒരു സ്വഭാവം അത് ശരിയായിട്ടുള്ള നടപടിയല്ല. ഇപ്പോൾ ബോച്ചയ്ക്കെതിരെ ഒരുപാട് ആളുകൾ, ഇപ്പോൾ അതാണല്ലോ ഒരു സീസൺ, അങ്ങനെയാണല്ലോ. അന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ കുറേ ആളുകൾ പരാതിയുമായിട്ട് വന്നു. അതേപോലെ തന്നെ ഇന്നിപ്പോൾ ബോച്ചയുടെ കാര്യത്തിലും ഒരേ ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഇവർക്ക് എല്ലാവർക്കും കൃത്യമായ സമയത്ത് ഇതിനെതിരെ പ്രതികരിക്കാനുള്ള കഴിവുണ്ടായിരിക്കണമായിരുന്നു. ഞാനിപ്പോൾ ഈ പറയുന്നതിന്റെ പേരിൽ എന്നെ കൊല്ലുവോ തിന്നുവോ അതൊന്നും നോക്കിയിട്ടല്ല ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നത്. എനിക്ക് തോന്നിയ കാര്യം തന്നെയാണ്. ഇതിനകത്ത് ബോച്ചനെ മാത്രം കുറ്റം പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. ബോച്ച ചെയ്ത കുറ്റം കുറ്റമാണെന്നുണ്ടെങ്കിൽ അതിന് വഴിയൊരുക്കി കൊടുത്ത ആളും അതിനനുസരിച്ച് തന്നെ കുറ്റമാണ്. ഈ പറയുന്ന ഹണി റോസും തെറ്റുകാരിയാണ്, ഈ പറയുന്ന സോഷ്യൽ മീഡിയാസ് തെറ്റുകാരിയാണ്, അതിന് കമന്റ് ചെയ്ത ആളുകൾ തെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെല്ലാവരും കൂടെ ബോച്ചനെ മാത്രം ക്രൂശിക്കുന്നതിനോടൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല. എന്തായാലും ഇനിയെങ്കിലും പൊതുവേദികളിൽ മാന്യമായ വസ്ത്രം ധരിച്ച് ചെന്നുകൊണ്ട് മാന്യമായ രീതിയിൽ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മുടെ ശരീരത്തെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എനിക്കത്രേ പറയാനുള്ളൂ.